ഹലോ, വെൽക്കം ടു അവർ കൊച്ചു ചാനൽ. ഈ റൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവ് ഫോറസ്റ്റായ മുതുമല ടൈഗർ റിസർവിലൂടെയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടക ബോർഡർ വരെ പോയി അവിടെ നിന്നും തിരിച്ച് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഗൂഡല്ലൂരിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തോരപ്പള്ളി എന്ന സ്ഥലത്തെത്തും. ഇവിടെ നിന്നുമാണ് മുതുമല ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര ആരംഭിക്കുന്നത്. നിരവധി വന്യമൃഗങ്ങളെ അടുത്ത് കാണാൻ കഴിയുന്ന ഒരു റൂട്ടാണ് ഇത്. നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടടുത്തായി തന്നെ ഒരു കാട്ടുപോത്തിനെയും കണ്ടു. ഇതുപോലെ നിരവധി മൃഗങ്ങളെ അടുത്ത് കാണാൻ പറ്റിയ ഒരു റൂട്ട് കൂടിയാണ് ഇത്. ഒരു തവണയെങ്കിലും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തവർ ഒരിക്കലും ഇവിടുത്തെ കാഴ്ചകൾ മറക്കില്ല. ഏത് സമയത്ത് യാത്ര ചെയ്താലും മാൻകൂട്ടത്തെ കാണാം എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ മാത്രമാണ് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചാൽ നിരവധി വന്യമൃഗങ്ങളെ നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിക്കും. മുതുമല ടൈഗർ റിസർവിലെ ഫോറസ്റ്റ് ക്യാമ്പും ജംഗിൾ സഫാരി ഓഫീസും സ്ഥിതി ചെയ്യുന്നത് തെപ്പക്കാട് എന്ന സ്ഥലത്താണ്. തോരപ്പള്ളിയിൽ നിന്നും 11 കിലോമീറ്റർ മാത്രം ദൂരമാണ് തെപ്പക്കാടേക്ക് ഉള്ളത്. അവിടെ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിലും ജീപ്പിലും ഉൾക്കാട്ടിലേക്ക് ജംഗിൾ സഫാരി ചെയ്ത് വന്യമൃഗങ്ങളെ നേരിൽ കാണുവാനും കഴിയുന്നു. മുതുമല ടൈഗർ റിസർവിൽ ജംഗിൾ സഫാരി നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഇവിടെ നിന്നും നേരിട്ടും ടിക്കറ്റുകൾ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. തെപ്പക്കാട് നിന്നും മസിനഗുഡിയിലേക്ക് 6 കിലോമീറ്ററും ഊട്ടിയിലേക്ക് 38 കിലോമീറ്ററുമാണ് ദൂരം. മഴക്കാലം കഴിഞ്ഞുള്ള സമയമാണ് നമ്മൾ ഈ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ സൗന്ദര്യവും ഇരട്ടിയായി. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ കാട് നമുക്ക്
സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മുഴുവനും ഇതിൽ പകർത്തി നിങ്ങളുടെ മുന്നിലെത്തിക്കുക അസാധ്യമാണ്. മുൻപ് പലപ്പോഴും ഞാൻ ഈ റൂട്ട് വഴി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മനം മയക്കുന്ന സൗന്ദര്യം കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇതുവഴി യാത്ര ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ട കാഴ്ചകൾ ഇത്രയും വിശദമായി നിങ്ങളുടെ മുന്നിലും എത്തിച്ചത്. കാടിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിവുള്ള ആർക്കും ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. കാട്ടുപോത്തിനെയും മാൻകൂട്ടത്തെയും ഹനുമാൻ കുരങ്ങിനെയും മയിലിനെയും ഒക്കെയാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിച്ചത്. നമ്മൾ രാവിലെ ഒരു 11 മണി സമയത്താണ് ഈ റോഡ് വഴി കടന്നുപോയത്. രാവിലെ 6 മണി സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളെ നമുക്ക് നേരിൽ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവ് ഫോറസ്റ്റായ മുതുമല ടൈഗർ റിസർവിൻ്റെ എക്സിറ്റ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുവാൻ നമ്മൾ ഇതുവരെ വരേണ്ട ആവശ്യമില്ല. എത്ര കണ്ടാലും മതിവരാത്ത കാടിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്തത്. അവിടെ നിന്നും ഞങ്ങൾ തിരിച്ച് തോരപ്പള്ളി എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകേണ്ടത്. എത്ര പറഞ്ഞാലും തീരാത്ത മനം മയക്കുന്ന വിസ്മയം തന്നെയാണ് നമുക്ക് ഈ യാത്ര സമ്മാനിച്ചത്. മണിക്കൂറുകളോളം നമ്മൾ ഈ റൂട്ടിൽ തന്നെ ചിലവഴിച്ചു.
നമ്മളുടെ ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇടയ്ക്കൊക്കെ ഇതുപോലെ യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. നമ്മൾ 4 പേരായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ നാട്ടിലെ റോഡിലെ തിരക്കും നമ്മുടെ തിരക്കും ഒക്കെ മാറ്റിവെച്ച് വളരെ ശാന്തമായി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നമുക്കുണ്ടായ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വാഹനം നിർത്തി അതിൽ നിന്നും പുറത്തിറങ്ങി വിശ്രമിക്കുകയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ ഭക്ഷണ പദാർത്ഥങ്ങൾ മൃഗങ്ങൾക്ക് നൽകുകയോ ചെയ്യരുത്. ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നല്ല രീതിയിലുള്ള ഫൈൻ ഈടാക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ മൃഗങ്ങളുടെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യങ്ങളിൽ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. നമ്മളിപ്പോൾ ഏകദേശം തെപ്പക്കാട് എത്താറായിരിക്കുന്നു. ഇനി അവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞാണ് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകേണ്ടത്. തെപ്പക്കാട് നിന്നും മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു. ടേക്ക് കെയർ.